Here we go to the movie Snowbuddies. Let's start. സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഒരു ഹസ്കി കുട്ടൻ നമ്മളെ ബഡ്ഡീസിന്റെ ലൈഫിലേക്ക് ക്ഷണിക്കുവാണ്. നമുക്ക് എന്നാ പോയി കണ്ടാലോ? ഫേൺഫീൽഡിലാണ് ഈ കഥ നടക്കുന്നത്. ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന ഈ പയ്യനാണ് ബാട്ടിൽ ബോയ്. ഇവന്റെ പെറ്റ് ഡോഗ് ആണ് ബട്ടർ ബോൾ. ഇവനാണ് നമ്മുടെ ബഡ്ഡീസിന്റെ ആദ്യത്തെ ആള് കേട്ടോ. പിന്നെ രണ്ടുപേരും ഫുഡീസ് ആയതുകൊണ്ടായിരിക്കാം ബട്ടർ കറക്റ്റ് ആയി നമ്മുടെ ബാട്ടിൽ ഫുഡ് മറന്നപ്പോ അവന് ഫുഡ് എല്ലാം എടുത്തുകൊണ്ടെന്ന് കൊടുക്കുന്നുണ്ട്. രണ്ടാമത് തന്നെയാണ് ഈ ചെളിയിൽ കിടന്നുള്ളുന്ന മഡ് ബട്ട്. ഇവന്റെ ഓണറായിട്ടുള്ള പെറ്റിയുടെ ടൈ എല്ലാം കടിച്ചു പറിച്ച് പെറ്റിയെ കൂടെ ഇവൻ ചളിയാക്കുന്നുണ്ട്. പിന്നെ കറ നല്ലതാണെന്നും പറഞ്ഞ് ഇവനാണെങ്കിൽ സ്കൂൾ ബസ്സിൽ അതേപടി കയറി പോകുവാണ്. മൂന്നാമത്തവളാണ് റോസ് ബട്ട്. ഇവൾ ആലീസിന്റെ പട്ടിക്കുട്ടിയാണ് കേട്ടോ. ഇവര് രണ്ടുപേരും കട്ട കമ്പനിയാണ്. പിന്നെ നാലാമത്തവൻ, അവന്റെ പേര് തന്നെ ബുദ്ധ എന്നാണ്. അവന്റെ പേര് പോലെ തന്നെ ഭക്തി സാന്ദ്രമായിട്ടുള്ള ആളാണ് നമ്മുടെ ബുദ്ധ. സാം എന്ന അവന്റെ ഓണറും അതേപോലെ തന്നെയാണ്. പിന്നെ അഞ്ചാമത്തവൻ ബി ഡോഗ്. പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ഹിപ്പ് ഹോപ്പ് സ്റ്റൈൽ അല്ലേ. ബില്ലി എന്ന അവന്റെ ഓണറുടെ കൂടെ കൂടി ഇവനും അതുപോലെ തന്നെയാണ്. ബില്ലി അങ്ങനെ സ്കൂളിൽ പോയപ്പോൾ ഇവനാണെങ്കിൽ അവിടെ കണ്ട പൂച്ചയുടെ പിറകെ ഓടുന്നുണ്ട്. അടുത്ത സീനിലാണെങ്കിൽ ജോഷിന്റെ വീടാണ് കാണിക്കുന്നത്. ഇവിടെ രണ്ട് ഡോഗ്സ് ഉണ്ട്, മോളിയും ബഡ്ഡിയും. പിന്നെ ഇവരുടെ കുട്ടികളാണ് കേട്ടോ നമ്മുടെ ബഡ്ഡീസ് എന്ന് പറഞ്ഞ 5 ഡോഗ്സ്. ഇവിടെ ബി ഡോഗ് ആണെങ്കിൽ ഈ പൂച്ചക്കുട്ടിയുടെ പിറകെ ഓടി ഓടി അവസാനം അവന്റെ അമ്മയായിട്ടുള്ള സ്മിത്തിന്റെ അടുത്ത് പോയി പെടുവാണ്. അന്നേരം സ്മിറ്റനാണെങ്കിൽ നീ എന്റെ കുഞ്ഞിനെ ഉപദ്രവിക്കുമോടാ, നിന്നെ ഞാൻ കൊല്ലുമെടാ എന്ന് പറഞ്ഞ് അവനെ ഇട്ടോടിക്കുന്നുണ്ട്. ബാക്കി 4 പേര് അപ്പോഴേക്ക് ഗ്രൗണ്ടിലേക്ക് എത്തിയിരുന്നു. അല്ല, ബീഡോഗ് എവിടെ നോക്കുമ്പോ അവതൻ കുറ്റിക്കാട്ടിലിരിക്കുന്നു. ആ സമയത്ത് ബീഡോഗ് ആണെങ്കിൽ നമുക്ക് ഒളിച്ചാളി കളിച്ചാലോ എന്ന് പറയുന്നുണ്ട്. അത് കേട്ട് എല്ലാവരും സമ്മതിച്ചു. അങ്ങനെ നമ്മുടെ ബുദ്ധ ആണെങ്കിൽ എണ്ണാൻ തുടങ്ങിയപ്പോ ബട്ടർ ബോൾ ആണെങ്കിൽ ഒളിക്കുന്നതിന് പകരം നേരെ അവിടെ കണ്ട ഐസ്ക്രീം വണ്ടിയിലേക്ക് ചാടി കയറി പോകുവാണ്. അങ്ങനെ നമ്മുടെ ബുദ്ധയും അതുപോലെ തന്നെ ബുദ്ധയെ കണ്ട ബാക്കി 4 പേരും അവിടേക്ക് ഓടിക്കയറുന്നുണ്ട്. അങ്ങനെ പോയി നോക്കുമ്പോഴാകട്ടെ അവിടെ ഉള്ളിൽ ഐസ്ക്രീം ആണെന്ന് നമ്മുടെ ബട്ടർ ബോൾ പുറത്തേക്ക് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ബീഡോഗിനെ പുറത്തിരുത്തി ബാക്കി എല്ലാവരും അതിനുള്ളിൽ കയറിപ്പോയി. ബീഡോഗ് ആണെങ്കിൽ സ്മിറ്റിനെ പുറത്ത് കണ്ടപ്പോൾ അവനും കയറി. അങ്ങനെ ഇവർ അതിനുള്ളിൽ കയറിയ സമയത്ത് ഡെലിവറി മാൻ ആണെങ്കിൽ ഇതാണെങ്കിൽ അടച്ചുപൂട്ടി. അയ്യോ, നമ്മൾ പെട്ടല്ലോ, എന്തായാലും ഐസ്ക്രീം കഴിക്കാമല്ലോ, അപ്പൊ നമുക്ക് പോവാം. അങ്ങനെ എവിടേക്കാണെന്ന് കൂടി അറിയാതെ ഇവര് പോകുവാണ്. മോളിയും ബഡ്ഡിയും വന്ന് നോക്കുമ്പോഴേക്ക് കുട്ടികളെ കാണുന്നില്ല. ഇവരാണെങ്കിൽ നേരെ ആ വണ്ടി കൊണ്ട് എത്തിക്കുന്നത് എയർപോർട്ടിലേക്കാണ്. ഇവരാണെങ്കിൽ അപ്പോഴേക്ക് ഉറക്കത്തിലായിട്ടുണ്ടായിരുന്നു. ശരിക്ക് അലാസ്കയിലേക്കുള്ള വണ്ടിയായിരുന്നു അത്. അതായത് ഇതിൽ വന്നിട്ടുള്ള ഈ ഉൽപ്പന്നങ്ങളെല്ലാം അലാസ്കയിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കാനാണ് ഇവരുടെ പ്ലാൻ. അങ്ങനെ ആരും അറിയാതെ, അവര് പോലും അറിയാതെ അവരെങ്ങനെ അലാസ്കയിലേക്ക് പോകാൻ പോകുവാണ്. അടുത്ത സീനിലാണെങ്കിൽ അലാസ്കയിലുള്ള ഒരു കാര്യമാണ് കാണിക്കുന്നത്. ഈ പയ്യന്റെ പേരാണ് ആദം. അവന്റെ പട്ടിക്കുട്ടിയാണ് ഷാസ. ഇവനെ നമുക്ക് ഷാസു എന്ന് വിളിക്കാം. പിന്നെ നമ്മുടെ ആദത്തിനാണെങ്കിൽ സ്ലഡ് മഷ് ആവാൻ വലിയ ആഗ്രഹമാണ്. അച്ഛന്റെ സ്ലഡും വെച്ചുകൊണ്ടാണ് അവൻ ഈ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആൾക്ക് ഇന്നൊരു മാച്ച് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മയാണെങ്കിൽ അവനെ പുറത്തോട്ട് വിളിച്ച് അവനൊരു സ്കാർഫും അതുപോലെ തൊപ്പിയും കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ ഒന്ന് പുറത്തോട്ട് പോയിട്ട് വരാം, മോനിന്ന് അടിപൊളിയായി കളിക്കണമെന്നും അവർ പറയുന്നുണ്ട്. അങ്ങനെ ഷാസുവും ആദവും ഇവിടെ മഞ്ഞൾ കളിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോഴാണ് നമ്മുടെ പട്ടിക്കുഞ്ഞുങ്ങൾ പ്ലെയിനിൽ നിന്ന് ഉണരുന്നത്. ബുദ്ധ അന്നേരം പുറത്തോട്ട് പോയി നോക്കുമ്പോൾ ദേണ്ടടാ മേഘങ്ങൾ, നമ്മൾ എവിടേക്കോ പോകുവാണ്. അത് കേട്ട് പേടിച്ച ബട്ടർ ബോൾ ആണെങ്കിൽ ഗ്യാസ് അങ്ങ് വിട്ടു. പിന്നെ അവിടെ ഫുൾ നാറ്റക്കേസായെന്ന് പറയാലോ. പൈലറ്റിന് പോലും മണം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ദൈവമേ, ഞാനിപ്പോ ചാവുവേ. അങ്ങനെ ഇവരിവിടെ താഴെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അന്നേരം പൈലറ്റ് ആണെങ്കിൽ ഈ സ്ഥലം കൊള്ളാം, നമുക്ക് ഇവിടെ ഇത് ഇറക്കാമെന്ന് പറഞ്ഞ് ഈ പെട്ടി ഒന്നാകെ അവിടേക്ക് താഴേക്ക് ഇടുവാണ്. അപ്പോഴാണ് ജീൻ എന്നൊരാൾ സ്ലഡ് വലിച്ചുകൊണ്ട് പോകുന്നത് നമ്മുടെ ആദം കണ്ടത്. നമുക്കും ഒരിക്കൽ അങ്ങനെ ആവണമെന്ന് അവൻ അന്നേരം ഷാസയെ നോക്കി പറയുന്നുണ്ട്. ആ സമയത്തേക്ക് പെട്ടി അവിടെ വീണിരുന്നു കേട്ടോ. ഇവിടെ മോളിയും ബഡ്ഡിയും ആണെങ്കിൽ അല്ല മക്കൾ എവിടെയെന്ന് അന്വേഷിക്കുമ്പോൾ ഇവരാണെങ്കിൽ അലാസ്കയിലെ മഞ്ഞ് കണ്ട് നമ്മൾ വാനില ഐസ്ക്രീമിന്റെ മുകളിലാടാ എന്നെല്ലാം പറയുവാണ്. പക്ഷേ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് മനസ്സിലായി വിട്രാപ്പിഡ് എന്ന് ഇവരങ്ങനെ പറയുവാണ്. അങ്ങനെ രാത്രിയാണെങ്കിൽ മാച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ആദം ആണെങ്കിൽ സെൽഫ് ഗോൾ എല്ലാം അടിക്കുന്നത് കണ്ട് അടിപൊളി എന്ന് പറയുവാണ്. അച്ഛൻ അന്നേരം അത് തെറ്റാണടാ, അങ്ങനെയല്ല ഈ കളിയുടെ നിയമം എന്ന് അവന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഇവിടെ അന്നേരം നമ്മുടെ കുട്ടികൾ ഷെൽട്ടർ അന്വേഷിച്ച് നടക്കുമ്പോൾ അവരുടെ ഓണേഴ്സ് ആണെങ്കിൽ അവരെയും തെരഞ്ഞു നടക്കുവാണ്. മോളിയും ബഡ്ഡിയും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അവരെങ്ങനെ ഇവർക്ക് കണ്ടെത്താനും കഴിഞ്ഞില്ല. ആ സമയത്ത് നമ്മുടെ ആദവും ഫാമിലിയും ആണെങ്കിൽ വീട്ടിലേക്ക് വന്നിരുന്നു. ആദത്തിനാണെങ്കിൽ നല്ല വിഷമമുണ്ട്. എല്ലാവരും അവനെ കളിയാക്കുകയെല്ലാം ചെയ്തു. പക്ഷെ അച്ഛനും അമ്മയും അവനെ സമാധാനിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഇവരാണെങ്കിൽ അപ്പോഴേക്ക് ഒരു ഗുഹ കണ്ട് അതിനുള്ളിലേക്ക് കയറി പോകുമ്പോൾ ബീഡോഗിന് ഭയങ്കര പേടി. എന്നാലും എല്ലാവരും ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അവനും അകത്തോട്ട് കയറിപ്പോയി. അമ്മ അന്നേരം രാത്രി ക്രിസ്മസിന് മോനെ എന്ത് ഗിഫ്റ്റാ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ എനിക്ക് സ്ലഡ് വലിക്കാൻ നായ്ക്കുട്ടികളെ വേണമെന്ന് പറയുമ്പോൾ അത് നടക്കില്ലെന്ന് പറഞ്ഞ അമ്മ പോകുവാണ്. ആ സമയത്ത് ഇവനാണെങ്കിൽ കർത്താവേ, ഞാൻ എപ്പോഴും പറയുന്നതല്ലേ, എനിക്കൊരു 5 നായ്ക്കുട്ടികളെ കൂടി എങ്ങനെയെങ്കിലും തരാമോ എന്നിങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തായാലും നടന്നാ മതിയായിരുന്നു എന്നാണ് അവൻ കരുതുന്നത്. ഇവിടെ മോളിയും ബഡ്ഡിയും ഇവരാലോചിച്ച് വിഷമത്തിലാണ്. ഇവിടെ കുട്ടികളും അയ്യോ നമ്മൾ എന്താ ഇവിടെ ചെയ്യാൻ പോകുന്നത്, എനിക്കൊന്നും അറിയില്ലെന്ന് ഇരിക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസമായി രാവിലെ ബുദ്ധ ഓം എന്ന് പറയുന്നത് കേട്ട് എല്ലാവരും ഉണർന്നു. ബട്ടർ ബോൾ അപ്പോഴേക്ക് ഐസ്ക്രീം ആണെന്ന് കരുതി ഒരു ഐസിൽ പോയി അതിന്റെ നാവ് വരെ ഒട്ടിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ നാവാണെങ്കിൽ ആകെ ഫ്രീസ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവർ അവിടെ നിന്ന് പോകുന്നുണ്ട്.
ആ സമയത്ത് അമ്മയാണെങ്കിൽ ആദത്തിനോട് ക്രിസ്മസ് ഡെക്കറേഷൻസ് എല്ലാം തന്നെ ഗ്യാരേജിലേക്ക് കൊണ്ടുവയ്ക്കൂ എന്ന് പറഞ്ഞ ഒരു പെട്ടി കൊടുത്തു വിടുവാണ്. അങ്ങനെ അവൻ ഗ്യാരേജിലേക്ക് പോയപ്പോഴാവട്ടെ അവൻ അവിടെ നിന്ന് ഒരു ബുക്ക് കിട്ടി. അതെന്താണെന്ന് അറിയാമോ? സ്ലെഡ് ജേണൽ ആയിരുന്നു. അവൻ അന്നേരം തനിക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് കരുതി അത് തുറന്നു നോക്കുന്നുണ്ട്. അപ്പോഴേക്ക് അച്ഛനാണെങ്കിൽ അവനെ വിളിക്കുവാണ്, മോനെ വേഗം വാ. അങ്ങനെ ഇവനാണെങ്കിൽ ആ ബുക്ക് എടുത്ത് അവന്റെ ബാഗിൽ വെച്ചിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ ഷാസുവിനോട് ഞാൻ പോയിട്ട് വരാം, നീ ഇവിടെ കളിച്ച് നടക്കെന്ന് പറഞ്ഞ് അവൻ പോകുവാണ്. ആ സമയത്ത് കുട്ടികളാണെങ്കിൽ പുറത്തോട്ട് ഇറങ്ങിയിരുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവർ എവിടെയാണെന്ന് അവർക്കറിയില്ല. വല്ല തുറന്നു നോക്കിയാൽ മറ്റോ അവരുടെ സ്ഥലത്തെത്തിയാലോ എന്ന് പറഞ്ഞ് മഡ്ബഗ് അങ്ങനെ തുറന്നു നോക്കുന്നെല്ലാം ഉണ്ട്. അപ്പോഴാണ് നമ്മുടെ ഷാസ് അവിടേക്ക് വരുന്നത്. ശബ്ദം കേട്ട് ഷാസ് നോക്കുമ്പോൾ 5 പട്ടിക്കുട്ടികൾ അതിവരെ ഒളിഞ്ഞിരുന്ന് നോക്കുവാണ്. പട്ടിക്കുട്ടികളാണെങ്കിൽ അവരെ കണ്ടിരുന്നു. അങ്ങനെ ഷാസെ കണ്ടപ്പോൾ ഇവരാണെങ്കിൽ അയ്യോ ചെന്നായ, പടച്ചോനെ കാത്തോളി എന്ന് പറഞ്ഞോടുവാണ്. ഷാസ അന്നേരം ഏയ് ഞാൻ നിങ്ങളെ കൊല്ലില്ല, ഉപദ്രവിക്കില്ല, ഞാൻ നല്ല ആളാണെന്നെല്ലാം പറഞ്ഞ് ഇവരുടെ പിറകെ പോകുന്നുണ്ട്. ഇവരാണെങ്കിൽ എവിടെയോ സ്ലൈഡ് ചെയ്ത് നിന്നപ്പോ ഇതേ ചെന്നായ, അയ്യോ ചെന്നായി ചേട്ടൻ ഞങ്ങൾ ഒന്നും ചെയ്യലേ, ഞങ്ങൾ അറിയാതെ ഇവിടെ എത്തിപ്പോയതാ, ഞങ്ങൾ ശരിക്ക് അങ്ങ് ഫേൺലാൻഡിലുള്ള ആൾക്കാരാണെന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഷാസയാണെങ്കിൽ ഇവരുടെ കഥ കേട്ട് നിങ്ങളെ സഹായിക്കാൻ ഇവിടെ ഒരാളുണ്ട്, സെന്റ് ബെർണി, ഞാൻ അവരുടെ അടുത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകാമെന്ന് പറയുവാണ്. ഞങ്ങൾക്ക് വീട്ടിലെത്താനാകുമോ എന്ന് ചോദിച്ച് അങ്ങനെ നമ്മുടെ ഷാസയുടെ കൂടെ നമ്മുടെ ബഡ്ഡീസ് യാത്രയാകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ടൗണിലെ കാഴ്ചയാണ്. ജീൻ എന്ന് പറഞ്ഞ ആളില്ലേ, അങ്ങനെ നമ്മുടെ ആദത്തിന്റെ അച്ഛന്റെ അടുത്ത് പോയി നീ ഇപ്രാവശ്യത്തെ കോമ്പറ്റീഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അച്ഛനാണെങ്കിൽ എന്റെ നായക്കുട്ടികൾക്ക് പരിക്ക് പറ്റിയത് തനിക്ക് അറിയാമല്ലോ, അവർ എനിക്ക് എന്റെ ഫാമിലി പോലെയാണെന്ന് പറയുമ്പോൾ ഇങ്ങനെയാണെങ്കിൽ നായക്കുട്ടികളെയാണോ നീ ഫാമിലിയായി കണ്ടേക്കുന്നതെന്ന് ചോദിച്ച് ഇവനെ കളിയാക്കുവാണ്. പുറത്തപ്പോഴേക്ക് ബഡ്ഡീസ് എത്തിയിരുന്നു കേട്ടോ. ഇവര് വന്നപ്പോഴാവട്ടെ നമ്മുടെ ജീനിന്റെ സ്ലെഡിലുള്ള ഡോഗ്സ് ആയിട്ടുള്ള ഫ്രാങ്കോയും അതുപോലെ ഫിലിപ്പും ഇവരെ കളിയാക്കുവാണ്. ആ സമയത്തേക്ക് നമ്മുടെ ബെർണി എന്ന് പറഞ്ഞ ആ നായും അവിടേക്ക് വരുന്നുണ്ട്. അവിടുത്തെ ഷെരീഫിന്റെ ഡോഗാണ് നമ്മുടെ ബെർണി. അങ്ങനെ ഈ നായക്കുട്ടികളാണെങ്കിൽ ബെർണിയോട് കാര്യം പറയുന്നുണ്ട്. അന്നേരം ഫേൺഫീൽഡ് എന്ന് കേട്ടപ്പോൾ ബെർണി പറയുന്നുണ്ട് നിങ്ങൾ വാഷിംഗ്ടണിലല്ലേ താമസമെന്ന്, നമുക്ക് എന്തായാലും കണ്ടുപിടിക്കാം. പിന്നെ സ്ലെഡ് റേസിന്റെ അവസാനമുള്ള സ്ഥലം അതാണെന്നും ബെർണി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സ്ലെഡ് റേസോ? അങ്ങനെ നമ്മുടെ ഷാസയാണെങ്കിൽ ഇവർക്ക് സ്ലെഡ് റേസിനെ പറ്റിയും ഇതിന്റെ അവസാന പോയിന്റിനെ പറ്റിയും പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ആദം അപ്പോൾ ക്ലാസ്സിൽ ഇരുന്നുകൊണ്ട് ജേർണൽ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ മിസ് അവനെ പിടിച്ചു. പിന്നീടാണെങ്കിൽ നമ്മുടെ ഷാസ ഇവരെയും കൊണ്ട് നേരെ അവന്റെ വീട്ടിലെ ഗാരേജിൽ കൊണ്ടുപോയി ഒളിപ്പിക്കാനായി നോക്കുവാണ്. എന്നിട്ട് ഇതിൽ നായ്ക്കുട്ടികളെ കെട്ടിയിടും. അങ്ങനെ അവരെ വലിച്ചുകൊണ്ട് പോകുന്നതാണ് സ്ലെഡ് റേസ് എന്ന് അവൻ പറഞ്ഞപ്പോഴേക്ക് ആദം അവിടേക്ക് വന്നിരുന്നു. അങ്ങനെ ആദം വന്നപ്പോഴേക്ക് ഇവരാണെങ്കിൽ എല്ലാവരും ഒളിച്ചു നിന്നു. ആദം വന്ന് ആ സ്ലെഡിൽ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. അങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അവന്റെ അമ്മയാണെങ്കിൽ അവനെ ഡിന്നർ കഴിക്കാനായി മോനെ വാ എന്ന് വിളിക്കുന്നുണ്ട്. അങ്ങനെ ഇവനാണെങ്കിൽ അതെല്ലാം മൂടിയിട്ട് പിന്നീട് പുറത്തു പോകുവാണ്. ഇവരെല്ലാവരും ആ സമയത്തേക്ക് ഒളിച്ചു നിന്നിരുന്നല്ലോ. അങ്ങനെ ഇവൻ പുറത്തെത്തിയപ്പോഴാണെങ്കിൽ ഷാസ എന്ന് വിളിക്കുന്നുണ്ട്. അവൻ എന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞ് ഷാസ അവിടെ നിന്ന് പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് ഇവരാണെങ്കിൽ അകത്തിരുന്ന് അല്ല നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ അവനെ സഹായിച്ചാൽ നമ്മളെ സഹായിക്കാനും ആരെങ്കിലും വരും, അപ്പോൾ നമുക്ക് ഇതിന് സഹായിച്ചാലോ എന്ന് ചോദിക്കുവാണ്. അങ്ങനെ റോസ്ബഡ് പറഞ്ഞതനുസരിച്ച് എല്ലാവരും ശരിവെച്ചു. ആ സമയത്താണ് നമ്മുടെ കുട്ടികൾ എല്ലാവരും ചേർന്ന് ഇവിടെ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങളുടെ ബഡ്ഡീസിനെ കാണാനില്ലെന്ന് പരാതി കൊടുക്കുന്നത്. അന്നേരം കൈയോടെ തന്നെ എല്ലാവർക്കും ഇമെയിൽ അയക്കുന്നതായി കാണിക്കുന്നുണ്ട്. പക്ഷെ ഷെരീഫിന് ഇമെയിൽ വന്നെങ്കിലും അങ്ങേര് ആ സമയത്ത് അത് എടുത്തു നോക്കിയില്ല കേട്ടോ. രാത്രിയാണെങ്കിൽ ആദം ആ ജേണൽ നോക്കി വായിച്ചുകൊണ്ടിരിക്കുവാണ്. എന്ന് ടാലനെ പറ്റി നമ്മുടെ ഷാസിക്ക് പറഞ്ഞു കൊടുക്കുവാണ്. സ്ലെഡ് നായ്ക്കളിൽ ഏറ്റവും വമ്പനാണ് ടേലൻ. അപ്പോഴേക്ക് അമ്മ വന്ന് അവനോട് കിടന്നുറങ്ങാനായി പറയുവാണ്. അച്ഛനാണെങ്കിൽ ഗാരേജിലെ ലൈറ്റ് കണ്ട് അത് ഓഫാക്കാനായി പോയപ്പോ അവിടെ ആണെങ്കിൽ നായക്കുട്ടികളുടെ കാൽപ്പാട്. അന്നേരം അച്ഛൻ ഇവരെ കണ്ടുപിടിക്കാൻ പാടില്ലല്ലോ. പെട്ടെന്ന് ബട്ടർ ബോൾ പിന്നെയും ഗ്യാസ് വിട്ടതും ഇങ്ങനാണെങ്കിൽ അയ്യോ നടന്നേ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഒറ്റയോട്ടം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഷാസ ഇവരുടെ അടുത്തേക്ക് വന്നപ്പോൾ ഇവരാണെങ്കിൽ നമുക്ക് എന്തായാലും സ്ലെഡ് റേസിൽ പങ്കെടുക്കാം, ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് നമ്മൾ തന്നെ ജയിക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും ഓക്കെ പറഞ്ഞു. ഷാസയ്ക്കും ഒരുപാട് സന്തോഷമായി. പക്ഷെ ഇവരെ പരിശീലിപ്പിക്കാൻ ആൾക്കാർ വേണ്ടേ? അങ്ങനെ ഷാസ ഇവരെയും കൊണ്ട് നേരെ പോകുന്നത് എവിടേക്കാണെന്നോ, നേരത്തെ പറഞ്ഞിട്ടുള്ള ടാലൻ അടുത്തേക്കാണ്. ഒരു ഇരുണ്ട ഗുഹയിലായിരുന്നു ടാലൻ താമസിച്ചിരുന്നത്. ഇവനാണെങ്കിൽ ഓടിപ്പോയി ടാലൻ എന്ന് വിളിക്കുന്നുണ്ട്. അന്നേരം ടാലൻ ചോദിച്ചു നീ ആരാണ്? ഞാൻ നനൂക്കിന്റെ മകനാണ്. അന്നേരം ടാലൻ ആണെങ്കിൽ അവൻ എന്റെ ബെസ്റ്റ് സ്റ്റുഡന്റ് ആയിരുന്നെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവനാണെങ്കിൽ ഞങ്ങൾക്ക് സ്ലെഡ് വലിക്കാനായി പഠിക്കണമെന്ന് പറയുവാണ്. അങ്ങനെ ഇങ്ങേര് കാര്യമായി തന്നെ ഇവരെ പഠിപ്പിക്കാനായി തുടങ്ങി. അതായത് ഓരോ കാൽപ്പാടും ഒന്നിച്ചായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്, നിങ്ങൾ എപ്പോഴും നിങ്ങളിൽ തന്നെ വിശ്വാസം അർപ്പിക്കണം. അങ്ങനെ അദ്ദേഹത്തിന്റെ പരിശീലനത്തിൽ ഇവരാണെങ്കിൽ സൂപ്പറായി എല്ലാ കാര്യവും പഠിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ടാലൻ എല്ലാ കാര്യങ്ങളും ഇവർക്ക് അറിയാവുന്നത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. മഞ്ഞിലൂടെ ഓടി ഓടി നമ്മുടെ റിട്രീവർ ഡോഗ്സ് ഒരുവിധം എല്ലാ കാര്യങ്ങളും പഠിച്ചെടുത്തു. പിന്നീട് ഇവർക്ക് പോകാനായും ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇരിക്കും നമ്മുടെ ബട്ടർ ബോളിനാണെങ്കിൽ ഒടുക്കത്തെ വിശപ്പ്. അപ്പോഴാണ് കറക്റ്റ് സമയത്ത് ആദം വന്ന് അവിടെ ഒരു ഇറച്ചി കഷ്ണം കൊണ്ടുവന്ന് വെച്ചത്. ഇവനാണെങ്കിൽ കിട്ടിയ താപ്പിന് അത് അടിച്ചു മാറ്റി. ആദം നോക്കുമ്പോൾ ഇറച്ചി കാണുന്നില്ല, ഇതെന്ത് മറിമായം. പക്ഷെ അവൻ അധികം കാര്യമാക്കാതെ അവിടെ നിന്ന് പോയി. അന്ന് ക്രിസ്മസ് ഈവനിങ് ആയിരുന്നു. നമ്മുടെ ആദം പിന്നെയും ഇരുന്ന് പ്രാർത്ഥനയാണ്. പക്ഷേ അവന്റെ
ആ വിഷു നാളെ നടക്കുമോ എന്നറിയില്ലല്ലോ. പിറ്റേന്ന് രാവിലെ തന്നെ അച്ഛനും അമ്മയും അവന് ഗിഫ്റ്റ് കൊടുത്തു. അത് ശരിക്കൊരു ബൂട്ടായിരുന്നു. പക്ഷെ അവന് ഇഷ്ടമായെങ്കിലും സ്ലെഡ് ഡോഗ്സ് വേണമെന്നായിരുന്നു ആഗ്രഹം. ഇവിടെ ഡോഗ്സ് ആണെങ്കിൽ അന്നേരം പരസ്പരം വിഷ് ചെയ്ത് നമ്മുടെ കുട്ടികളുടെ കാര്യം എന്തായാണാവോ എന്ന് ആലോചിക്കുവാണ്. ശരിക്ക് ഇവിടെ ആയിരുന്നു അതിഭീകരമായ അവസ്ഥ. കാരണം ഡോഗ്സ് ഇല്ലാതെ ഇവർക്കൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ക്രിസ്മസിനും അവരാകെ വിഷമത്തിലായിരുന്നു. കാരണം അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അവർക്ക് അവരുടെ ബഡ്ഡീസിനെ. എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഇവിടെ ഷാസയാണെങ്കിൽ അന്നേരം ആദത്തിനെ നേരെ വിളിച്ചോണ്ട് ഗാരേജിലേക്ക് പോകുന്നുണ്ട്. നീ എവിടേക്കാ പോകുന്നത്? അങ്ങനെ ഷാസ അവിടെ ചെന്നപ്പോ ഓരോ പട്ടികുട്ടികളെയും പുറത്തോട്ട് വിളിക്കുവാണ്. കറക്റ്റ് സമയം ഇതാണെന്ന് അവന് തോന്നിക്കാണണം. അങ്ങനെ ഈ പട്ടികുട്ടികളെ കണ്ട് നമ്മുടെ ആദമാണെങ്കിൽ അവരുടെ ബെൽറ്റ് എല്ലാം വെച്ച് അവരുടെ പേരെല്ലാം വായിക്കുന്നുണ്ട്. അതിനുശേഷം നോക്കുമ്പോൾ 5 പട്ടികുട്ടികൾ ഉണ്ടായിരുന്നു. അവരാണെങ്കിൽ സ്ലെഡിനരികിൽ പോയി നിന്നപ്പോ ഇവന് കാര്യം മനസ്സിലായി. യെസ്, നമുക്കിത് ചെയ്യണം. അങ്ങനെ നമ്മുടെ ആദവും ഇവരെ പരിശീലിപ്പിക്കാനായി അവർക്ക് ബെൽറ്റ് എല്ലാം തനിയെ തുന്നുന്നതായി കാണിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം റെഡിയായി. ഇവരെ കൊണ്ട് ബാക്കി പരിശീലനമെല്ലാം നമ്മുടെ ആദം തന്നെ ചെയ്യിക്കുന്നുണ്ടായിരുന്നു. അന്നേരം ടാലോൺ ഇതെല്ലാം ദൂരെ മാറി നിന്ന് നോക്കുന്നുമുണ്ടായിരുന്നു. അവന് ഉറപ്പായിരുന്നു, കാരണം ഈ പട്ടികുട്ടികൾക്ക് അത്രയ്ക്കധികം ഇത് ചെയ്യാൻ പറ്റും, അവർക്ക് ആഗ്രഹമുണ്ടെന്ന കാര്യത്തിൽ. അപ്പോഴേക്ക് ആദത്തിനും ഇവരോട് ഒരുപാട് ഇഷ്ടം തോന്നിയിരുന്നു. കാണാൻ തന്നെ നല്ല ക്യൂട്ടല്ലേ, പിന്നെ എങ്ങനെ ഇഷ്ടം തോന്നാതിരിക്കും? അങ്ങനെ ഇവർ അവസാനം സ്ലെഡ് വലിച്ച് പരിശീലിക്കാനുള്ള ആ അവസ്ഥയിലെത്തി. അങ്ങനെ പിറ്റേന്ന് തന്നെ ആദം അച്ഛന്റെ സ്ലെഡ് എടുത്തുകൊണ്ട് ഇവരെ പരിശീലിപ്പിക്കാനായി നോക്കുമ്പോൾ അത് ഒടുക്കത്തെ വെയിറ്റ് ആണ്. അവസാനം നമ്മുടെ ജേണൽ നോക്കി ആദം തന്നെ ഇവർക്കായി ഒരു സ്ലെഡ് ഉണ്ടാക്കാനായി പോകുവാണ്. അതിനും സഹായത്തിന് ഈ പട്ടിക്കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. അവര് ഗംഭീര സഹായമാണ് ആദത്തിന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവസാനം നമ്മുടെ ആദം ഒരു അടിപൊളി സ്ലെഡ് ഉണ്ടാക്കി. എന്നിട്ട് നാളെ തന്നെ നമുക്ക് ഇതിൽ പരിശീലനം ചെയ്യാമെന്ന് ഇവരോട് പറയുവാണ്. ഇത് കാണാനും ടാലൻ ഉണ്ടായിരുന്നു. അവന് ഒത്തിരി സന്തോഷമാകുന്നുണ്ട്. ഇവരാണെങ്കിൽ വളരെ സ്പീഡിൽ ഓടി പോകുന്നത് പിന്നീട് വേറൊരാളും കൂടി കാണുന്നുണ്ടായിരുന്നു. ആരാണെന്ന ജീനിന്റെ നായ്ക്കളായിട്ടുള്ള ഫ്രാങ്കിയും അതുപോലെ ഫിലിപ്പും. അവർക്ക് ഇവരെ കണ്ട് അസൂയെല്ലാം തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ അന്ന് ഇവൻ അച്ഛനോടാണെങ്കിൽ എനിക്കൊരു 5 റിട്രീവർ പപ്പീസിനെ കിട്ടിയെന്ന് വിചാരിക്കുക, ഞാൻ അവരുമായി സ്ലെഡ് റേസ് കളിക്കാൻ പോയാലെന്ന് ചോദിക്കുമ്പോൾ അച്ഛനാണെങ്കിൽ അതെല്ലാം നടന്നാലും ഇത് നടക്കത്തില്ലെന്ന് പറയുന്നുണ്ട്. അന്ന് രാത്രി ഇവൻ അവന്റെ കുടുക്ക പൊട്ടിച്ചു. എന്നിട്ട് ആ പൈസയുമായി ഷെരീഫിനരികിലേക്ക് പോയി ആപ്ലിക്കേഷൻ കൊടുക്കുവാണ്. ഷെരീഫ് ആണെങ്കിൽ ഇവന്റെ അച്ഛനാണെന്ന് കരുതി പേര് പോലും നോക്കാതെ ആപ്ലിക്കേഷൻ ആണെങ്കിൽ സൈൻ ചെയ്ത് കൊടുക്കുകയും ചെയ്തു കൊടുത്തു. ഇവിടെ പുറത്തന്നേരമാണെങ്കിൽ നമ്മുടെ ജീനിന്റെ നായ്ക്കളാണെങ്കിൽ പട്ടിക്കുഞ്ഞുങ്ങളെ പേടിപ്പിക്കുവാണ്. അതായത് നിങ്ങളുടെ കൂടെയുള്ള ഷാസയില്ലേ, ഷാസയുടെ അച്ഛനും അമ്മയും ഇതുപോലെ ഒരു റേസിനിടയിലാണ് മരിച്ചു വീണത്. ആ സമയത്ത് ഇവരാണെങ്കിൽ എന്ത് പറഞ്ഞെന്നു, ഞങ്ങൾക്ക് അതിലൊന്നും യാതൊരു പേടിയുമില്ലെന്ന്, ഞങ്ങൾ അതെല്ലാം നോക്കിക്കൊള്ളാമെന്നും പറയുവാണ്. ആദം അന്നേരം നമ്മളപ്പോ റേസിന് പങ്കെടുക്കാൻ പോകുന്നു എന്നിവരോട് പറയുന്നുണ്ട്. ഇവിടെ മോളിയും ബഡ്ഡിയും അന്നേരം അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ മിറ്റൺ ആണെങ്കിൽ വന്ന് പറയുന്നുണ്ട്, നിങ്ങളുടെ മക്കളുടെ ഐസ്ക്രീം വണ്ടിയിൽ കയറി പോകുന്നത് കണ്ടല്ലോ. അന്നേരം ഇവരാണെങ്കിൽ അതുവഴി പോയ ഐസ്ക്രീം വണ്ടിക്ക് പിറകെ പോയി നേരെ എയർപോർട്ടിലേക്ക് എത്തുന്നുണ്ട്. അവിടെ എല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാൽപ്പാടും കാണുന്നുണ്ട്. അന്ന് രാത്രി ഷാസ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കുവാണ്. അത് ടാലോണിന്റെ ആയിരുന്നു. അന്നേരം ബഡ്ഡിസിനെ വിളിച്ച് അവൻ അങ്ങനെ പുറത്തോട്ട് ഇറങ്ങി പോകുന്നുണ്ട്. അന്നേരം ടാലോൻ ആണെങ്കിൽ നാളെയല്ലേ റൈസ്, അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഒരു ആശംസ തരാനായി വന്നതാണ്. പിന്നെ പ്രതീക്ഷ നഷ്ടപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ ദേ ആ കാണുന്ന നോർത്തേൺ ലൈറ്റ് നോക്കിയാൽ മതി, നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കില്ല, നിങ്ങളുടെ കൂടെ എപ്പോഴും ഞാനുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുമെന്ന് പറഞ്ഞ് മുന്നിലേക്ക് പോയി അവിടെ ആ ലൈറ്റിലേക്ക് മറഞ്ഞു പോകുവാണ്. എന്തായാലും നാളെ ആവട്ടെ, നമ്മൾ റെഡിയാക്കും. അങ്ങനെ നമ്മുടെ ആദമാണെങ്കിൽ ഷാസ അടുത്തില്ലാത്തത് അറിഞ്ഞു. അവൻ പോയി നേരെ ജനൽ വഴി നോക്കുമ്പോൾ അവന് നോർത്തേൺ ലൈറ്റ് കാണുന്നുണ്ട്. അവന്റെ ഉള്ളിലും പ്രതീക്ഷ വരുവാണ്. ടാലോൺ അവിടെ വന്ന കാര്യം ജേണൽ നോക്കി അവന് മനസ്സിലായിരുന്നു. അങ്ങനെ പിറ്റേന്നത്തെ കാര്യം ഓർത്ത് ഇവർക്കാണെങ്കിൽ പേടി വരുന്നുണ്ടായിരുന്നു. ബീഡോഗ് ആണെങ്കിൽ നമ്മുടെ റോസമ്മയോടാണ് ഇക്കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുഴപ്പമൊന്നും വരില്ലെന്ന് അവരങ്ങനെ ആശിച്ചു. പിറ്റേ ദിവസം സ്ലെഡുമായി ആരും കാണാതെ നമ്മുടെ ആദം പോകുന്നതായി കാണിക്കുന്നുണ്ട്. അവിടെ ആണെങ്കിൽ ബാക്കി കണ്ടസ്റ്റൻസ് എല്ലാവരും വന്നിരുന്നു. ഏറ്റവും അവസാനമാണ് നമ്മുടെ ആദം വന്നത്. പപ്പീസിനെ കൊണ്ട് ഒരു കുഞ്ഞു പയ്യനോ. അന്നേരം നമ്മുടെ ഷെരീഫ് അവിടേക്ക് വരുന്നുണ്ട്. അന്നേരം ഷെരീഫ് ആണെങ്കിൽ അല്ല മോൻ എപ്പോഴാ ആപ്ലിക്കേഷൻ എടുത്തേന്ന് ഇവരോട് ചോദിക്കുവാണ്. ആ സമയത്ത് ഇവനാണെങ്കിൽ ഞാൻ ശരിക്കും അച്ഛനല്ല, എനിക്ക് ആപ്ലിക്കേഷൻ എടുക്കാനാ തന്നെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഷെരീഫ് അന്നേരം ഓ അല്ല, നിനക്ക് മത്സരിക്കാൻ പാടില്ലെന്നൊരു നിയമം ഇവിടെ ഇല്ല, അതുകൊണ്ട് നീ മത്സരിച്ചോളൂ എന്ന് പറയുന്നുണ്ട്. എല്ലാവർക്കും സന്തോഷമായി, ആർക്ക് ജീനിനൊഴികെ. എല്ലാവരും ഇവനോട് ഓൾ ദി ബെസ്റ്റ് എല്ലാം പറയുന്നുണ്ട്. അങ്ങനെ ഷെരീഫ് ആണെങ്കിൽ ഓക്കെ എല്ലാം റെഡിയല്ലേ, നമുക്കെന്നാ ഇവിടെ തുടങ്ങിയാലോ, ഓൾ ഗെറ്റ് സെറ്റ് ഗോ എന്ന് പറയുവാണ്. എല്ലാവരും പോയി കേട്ടോ. നമ്മുടെ കുഞ്ഞു പപ്പീസിന്റെ ഈ സ്ലെഡ് ആണെങ്കിൽ പതിയാണ് പോകുന്നത്. ഒത്തുപിടിച്ചാൽ മലയും പോരുമെന്നാണല്ലോ. ആ സമയത്ത് ഇവിടെ മോളിയും ബഡ്ഡിയും ആണെങ്കിൽ കുഞ്ഞുങ്ങൾ വന്ന പോലെ തന്നെ വന്നോണ്ടിരിക്കുന്നുണ്ട്. അവരെയും ഈ പൈലറ്റുമാർ ഏതോ ഒരു തക്കത്തിന് ഡ്രോപ്പ് ചെയ്യുകയും ചെയ്തു.
പിന്നെ ജീനിന്റെ കാര്യം എടുക്കുവാണെങ്കിൽ ഇവനാണ് ഇക്കാലം അത്രയും ചാമ്പ്യൻ ആയത്. അതും ചതിക്കലും അതുപോലെ വെട്ടിക്കലും കുടുക്കലും എല്ലാം കൊണ്ടാണ് ഇവൻ ചാമ്പ്യൻ ആയത്. ഷെരീഫ് അന്നേരം ബെർണിയോട് എല്ലാ കാര്യവും ഏൽപ്പിച്ചു പോകുമ്പോൾ മോളിയും ബഡ്ഡിയും ഭാഗ്യത്തിന് ഇവന്റെ അടുത്ത് വന്ന് ഞങ്ങളുടെ കുട്ടികളെ കണ്ടോ എന്ന് ചോദിക്കുവാണ്. ബെർണി അന്നേരം ഓ അറിയാമല്ലോ, ഞാൻ നിങ്ങളെ അവരുടെ അടുത്തേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞ് അവർക്ക് വഴി കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ഇവിടെയാണെങ്കിൽ റേസിനിടയിൽ കറക്റ്റായി നമ്മുടെ ജീനിന്റെ ചതി നമുക്ക് മനസ്സിലാവും. അവനെല്ലാവരെയും ഇടിച്ച് തള്ളിയിട്ടൊക്കെയാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഇവിടെ ഷെരീഫ് ആണെങ്കിൽ ആദത്തിന്റെ അച്ഛനോട് നിങ്ങളുടെ മോൻ അടിപൊളിയാണല്ലോ എന്ന് പറയുമ്പോഴാണ് ആദത്തിന്റെ അച്ഛൻ അവൻ മത്സരത്തിൽ പങ്കെടുക്കുന്നത് പോലും തിരിച്ചറിഞ്ഞത്. ഒരു ഭാഗത്ത് റൈസ്, ഒരു ഭാഗത്ത് തിരിച്ചിൽ, പിന്നെ ആദവും ഇവരുടെ പിറകെ വരുന്നതായി കാണിക്കുന്നുണ്ട്. അങ്ങനെ ആദ്യത്തെ വിശ്രമ കേന്ദ്രത്തിലേക്ക് കണ്ടസ്റ്റൻസ് എത്താനായി തുടങ്ങി. രണ്ടുപേര് വന്നു. അച്ഛൻ അന്നേരം അമ്മയുടെ കാര്യം പറയാൻ വന്നപ്പോഴേക്ക് അമ്മയും ഇവരുടെ കൂടെ ചാടി ഇറങ്ങി വരുന്നുണ്ട്. ഇവിടെ ജീനാണെങ്കിൽ അവന്റെ കൂടെ വന്നിട്ടുള്ള കണ്ടസ്റ്റന്റിന്റെ സ്ലെഡ് കേടുവരുത്തുവാണ്. അങ്ങനെ അവസാന 45 സെക്കൻഡിനുള്ളിൽ ആദം അവിടെ എത്തുന്നുണ്ട്. അപ്പോഴാണ് ജീൻ ഇവനെ കണ്ടത്. ഓ, ഈ കുട്ടിപ്പട്ടാളവും ഉണ്ടായിരുന്നു, അത് കുഴപ്പമില്ല, എന്തായാലും അവനെ നമുക്ക് ശരിയാക്കാൻ പറ്റുമെന്ന് ജീൻ വിചാരിക്കുവാണ്. ആദവും ഇവരുടെ പോലെ അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ തന്നെ ജീനും അതുപോലെ അവിടെ വന്നിട്ടുള്ള മറ്റൊരു കണ്ടസ്റ്റന്റും അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ആദമാണ് അവസാനമായി പോയത്. അങ്ങനെ ഇവരിങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് ഷെരീഫിന് ഒരു കോള് വരുവാണ്. അതായത് മഞ്ഞ് വീഴ്ചയുണ്ട് പോലും. അപ്പോ ഇങ്ങേരാണെങ്കിൽ നെറ്റിൽ നോക്കുമ്പോഴാണ് അന്ന് അയച്ച മെയില് കാണുന്നത്. ആ സമയത്ത് തന്നെ ഇങ്ങനെ നേരെ ആ മറ്റേ പോലീസ് ഓഫീസിനോട് വിളിച്ച് ഇവിടെ ഉണ്ട് ആ പട്ടിക്കുട്ടികൾ എന്ന് പറയുവാണ്. എന്നിട്ട് സ്ഥലവും അഡ്രസ്സും എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കേൾക്കാൻ താമസമില്ലാതെ അങ്ങേര് ഫോൺ കട്ട് ചെയ്തു. ഇവിടെ ആണെങ്കിൽ ജീൻ ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുവാണ്. അപ്പോഴേക്ക് അച്ഛനും എല്ലാവരും ഇവരെ അന്വേഷിച്ച് വരുന്നുണ്ട്. ഇപ്പുറത്താണെങ്കിൽ ബെർണിന്റെ കൂടെ മോളിയും ബഡ്ഡിയും ആണെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങളെയും അന്വേഷിച്ചുകൊണ്ടിരിക്കുവാണ്. റേസ് അവിടെ പുരോഗമിക്കുമ്പോൾ ഇവിടെ പോലീസ് ഓഫീസർ ആണെങ്കിൽ കുട്ടികളെ നിങ്ങളുടെ പപ്പീസിനെ ഞാൻ കണ്ടുപിടിച്ചു കേട്ടോ, അവരങ്ങ് അലാസ്കയിലുണ്ടെന്ന് പറയുവാണ്. കുട്ടികൾക്ക് എല്ലാവർക്കും സന്തോഷമായി, കാരണം അവർക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നല്ലോ. ജീൻ അന്നേരം ഒരു വഴിക്കും അങ്ങേരുടെ പിറകെയായി മറ്റേ കണ്ടസ്റ്റന്റും വരുന്നതായി കാണിക്കുന്നുണ്ട്. അവർക്ക് ഇതുവരെ ഒരു കുഴപ്പവും വന്നിട്ടില്ല. ബാക്കി കണ്ടസ്റ്റന്റ്സ് എല്ലാം തന്നെ വീടിനടുത്ത് നിന്ന് എഴുന്നേറ്റ് ഓരോരോ പോയിന്റിലേക്ക് പോകുന്നതായി കാണിക്കുന്നുണ്ട്. ആ സമയത്തേക്കാണെങ്കിൽ ഇവിടെ പിന്നെ റേസ് പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഷെരീഫ് നമ്മുടെ ആദത്തിന്റെ അച്ഛന്റെയും അമ്മയുടെയും അടുത്തേക്ക് വരുന്നത്. അപ്പോഴേക്ക് മറ്റേ കണ്ടസ്റ്റന്റിന്റെ സ്ലഡ് ആണെങ്കിൽ പൊട്ടിത്തെറിച്ചു പോയി അവരാണെങ്കിൽ അപകടപ്പെടുന്നത് കാണുന്നുണ്ട്. ഇതെല്ലാം തന്നെ ജീനിന്റെ പണിയായിരുന്നല്ലോ. അങ്ങനെ നമ്മുടെ ആദം ആണെങ്കിൽ മറ്റൊരു വഴിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവന് കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. മഞ്ഞുവീഴ്ച ആയതുകൊണ്ട് അവിടെ അടുത്തായിട്ടുള്ള ഒരു വീട്ടിൽ ഇവൻ കയറിയിരിക്കുന്നുണ്ട്. ആൾ താമസമില്ല കേട്ടോ. ആദം പോയി ചാകുവാണെങ്കിൽ ചാകട്ടെ എന്ന് വെക്കുന്നുണ്ട് ഇവൻ. ഇവിടെ ആദം ആണെങ്കിൽ മഞ്ഞുവീഴ്ച ഉണ്ടെന്ന് കൂടി അറിയാതെയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഒരു അപ്പൂപ്പൻ ഇവരോട് വന്ന് വിളിക്കുന്നുണ്ട്. അങ്ങനെ ഇവരാണെങ്കിൽ അപ്പൂപ്പൻ പറഞ്ഞതനുസരിച്ച് അങ്ങേരെ വിളിച്ച് അങ്ങേരുടെ ഇഗ്ലൂവിനടുത്തേക്ക് പോകുവാണ്. ഇവിടെ അപ്പോഴേക്ക് ഇവിടെ കിടന്ന സ്ത്രീയെ ആണെങ്കിൽ നമ്മുടെ ബെർണിയും അതുപോലെ മോളിയും ബഡ്ഡിയും പോയി രക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഇവരാണെങ്കിൽ ഇഗ്ലൂവിനടുത്ത് പോയി കയറിയപ്പോഴാണെങ്കിൽ അവിടെ മുഴുവൻ ചൂടായിരുന്നു. അപ്പൂപ്പൻ അന്നേരം ഞാൻ റേഡിയോ വഴി എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് നിനക്ക് അപകടമൊന്നും വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഇവിടേക്ക് വിളിച്ചതാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രി എല്ലാവരും നല്ല സുഖമായി കിടന്നുറങ്ങുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ തന്നെ നമ്മുടെ ഷാസയാണ് ആദ്യം എഴുന്നേറ്റത്. എന്നിട്ട് പോയി നമ്മുടെ ആദത്തിനെ വിളിച്ചുണർത്തുന്നുണ്ട്. അങ്ങനെ ഇവര് പിന്നെയും അവിടെ നിന്ന് യാത്ര തുടങ്ങുവാണ്. അതും നല്ലൊരു പുലരിയിലേക്കാണ് ഇവര് പോകുന്നത്. മുത്തശ്ശൻ അന്നേരം നന്നായി വരുമെന്ന് പറഞ്ഞ് അവര് വിടുന്നുണ്ട്. ഒരു വശത്ത് പപ്പീസിന്റെ സ്ലഡ് വന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു വശത്ത് ജീനും വരുന്നുണ്ടായിരുന്നു. ആദമാണെങ്കിൽ ജീൻ വരുന്നത് കാണാതെ പെട്ടെന്ന് പോയി കൺട്രോൾ കിട്ടാതെ മറിഞ്ഞെട്ടി വീഴുന്നുണ്ട്. ജീൻ അന്നേരം ഞാൻ പോയി ജയിക്കട്ടെ എന്ന് പറഞ്ഞ് പോകുവാണ്. ഫിനിഷിംഗ് പോയിന്റിൽ എല്ലാവരും അങ്ങനെ ജീനിനെ കണ്ടപ്പോൾ ആകെ അന്താളിപ്പായി. ആദം എവിടെ? ആ സമയത്ത് ഇവിടെ നമ്മുടെ ബഡ്ഡീസും ഷാസയും എല്ലാവരും ചേർന്ന് ആദത്തിനെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെയും അവർ വീണ്ടും അവിടെ നിന്ന് യാത്ര തുടങ്ങുവാണ്. കാരണം ഇപ്പൊ ആവശ്യം നമ്മുടെ ബഡ്ഡീസിന്റെ ആയിരുന്നു. അങ്ങനെ ഒരുപാട് നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ ആദം വരുന്നത് കണ്ട് എല്ലാ കാണികൾക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. ഇവനാണെങ്കിൽ വന്ന് നോക്കുമ്പോൾ ഇവിടെ ജീനിന്റെ 2 നായ്ക്കൾ, അതായത് ഫ്രാങ്കിയും ഫിലിപ്പും അവിടെ ഹിമപാളി പൊട്ടി അതിൽ വീണ് അപകടത്തിൽപ്പെട്ട് കിടക്കുവാണ്. പക്ഷേ നമ്മുടെ ആദത്തിനാണെങ്കിൽ അവരെ ഉപേക്ഷിച്ച് പോരാനായി തോന്നിയില്ല. ജീനിന്റെ പാട്ടിന് പോയിരുന്നു. അവൻ അങ്ങനെ ഷാസയോട് നീ പതിയെ പോയി ആ കൊളുത്തെടുത്ത് അതിലേക്ക് കണക്ട് ചെയ്യണം, എന്നിട്ട് ഇവരെയും വലിച്ചുകൊണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും കരയ്ക്ക് കയറണം, അവരുടെ ജീവൻ നമുക്ക് രക്ഷിക്കണ്ടേ എന്ന് പറയുന്നത് കേട്ട് നമ്മുടെ ഷാസ പതിയെ അവിടെയും ഇവിടെയും ഉടക്കാതെ പോയി അവരുടെ സ്ലെഡിലേക്ക് ഇവരുടെ കമ്പ് കണക്ട് ചെയ്തു. അങ്ങനെ നമ്മുടെ കുഞ്ഞു പട്ടുകുട്ടന്മാരാണെങ്കിൽ ആഞ്ഞു പിടിച്ചോ ഐലസ എന്നെല്ലാം പറഞ്ഞ് പതിയെ ആ സ്ലെഡ് വലിക്കാനായി തുടങ്ങി. അങ്ങനെ ജീനിന്റെ നായ്ക്കളെ നമ്മുടെ ബഡ്ഡീസ് രക്ഷിക്കുവാണ്. അത് കണ്ട് ജീനാണെങ്കിൽ ഓടി വന്നു. എന്നിട്ട് ഞാൻ എന്നാ ഇവരുമായി പോവട്ടെ, നീ ഇനി തോറ്റ് തുന്നം പാടുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അന്നേരം നമ്മുടെ ബഡ്ഡീസ് ആണെങ്കിൽ സത്യം എവിടെയുണ്ടോ നന്മയുണ്ടോ അവിടെ മാത്രമേ വിജയം ഉണ്ടാകൂ എന്ന് പറയുവാണ്. എന്നിട്ട് ആദത്തിനോട് നമുക്ക് പോകാൻ എന്ന പോലെ അവരും ഇതുപോലെ സ്ലഡ് വലിക്കുന്നുണ്ട്. ഇനി എന്താണെന്നാ അങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ ജീനിന്റെ നായ്ക്കളാണെങ്കിൽ ഒരു സംഭാഷണം ഉണ്ടായി. നമ്മളെ വേണ്ടാത്ത ഇങ്ങേർക്ക് വേണ്ടി നമ്മൾ എന്തിനാ ഈ വണ്ടി വലിച്ചുകൊണ്ടിരിക്കുന്നത്, അവരവിടെ നിന്നു.
അങ്ങനെ നമ്മുടെ ആദം തന്നെ മുന്നിലേക്ക് പോകുവാണ്. അങ്ങനെ ഫിനിഷിംഗ് പോയിന്റ് അവൻ കടക്കുകയും ചെയ്തു. എല്ലാവർക്കും ഒരുപോലെ സന്തോഷമായി. അങ്ങനെ അച്ഛനും അമ്മയും ചെന്ന് അവനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അച്ഛൻ എന്നെ ചീത്ത പറയല്ലേ എന്ന് ഇവൻ പറഞ്ഞു. അപ്പൊ അച്ഛനാണെങ്കിൽ മോൻ ഞങ്ങളുടെ മുത്താണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അമ്മയാണെങ്കിൽ അവനെ ഫോട്ടോ എടുക്കാനായി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്ക് നമ്മുടെ മോളിയും ബഡ്ഡിയും അവിടേക്ക് വന്ന പട്ടിക്കുട്ടന്മാരെ കാണുവാണ്. നമ്മുടെ ശ്വാസം അന്നേരം അപ്പോ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കുന്നത് കണ്ടപ്പോ ഇവരെല്ലാവരും ചോദിച്ചു എന്താ പറ്റിയേ. അന്നേരം ഇവനാണെങ്കിൽ എനിക്ക് എന്റെ അച്ഛനെയും അമ്മയും ഓർമ്മ വരുന്നു എന്ന് പറയുന്നുണ്ട്. ജീൻ അന്നേരം നിങ്ങൾ എന്നെ നാണം കെടുത്തിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ പട്ടിക്കുട്ടന്മാർ അങ്ങേരെ കടിക്കാനായിട്ട് ഓടിക്കുവാണ്. ഷെരീഫ് അങ്ങനെ നമ്മുടെ ആദത്തിന് പ്രൈസും കൊടുത്തു. അച്ഛനും അമ്മയും അവനെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുമ്പോൾ ഷെരീഫ് നമ്മുടെ ബഡ്ഡീസിനെ തിരിച്ചയക്കുന്ന കാര്യം പറയുവാണ്. അങ്ങനെ എല്ലാവരെയും കൂട്ടി ഇവരെല്ലാവരും ചേർന്ന് എയ്റോപ്ലെയിൻ അടുത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ പ്ലെയിനടുത്തെത്തിയപ്പോൾ ആദം അവരെ എല്ലാവരെയും അഴിച്ചുവിട്ടു. ആ സമയത്ത് നമ്മുടെ ഷാസ് അവരോട് യാത്ര പറയുവാണ്. ഇവർക്ക് വലിയ സങ്കടമുണ്ടായിരുന്നു പരസ്പരം പിരിയാനായിട്ട്. വാഷിംഗ്ടണിലേക്ക് വരുമ്പോൾ ഞങ്ങളെ കാണാൻ വരണേ എന്ന് നമ്മുടെ ഷാസിയോട് ബഡ്ഡീസ് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഷാസിയെ പോയി നമ്മുടെ ആദം പിടിച്ചു വെച്ചപ്പോഴേക്ക് ബാക്കി എല്ലാവരും ചേർന്ന് അച്ഛന്റെയും അമ്മയുടെയും കൂടെ ആ പ്ലെയിനിലേക്ക് കയറുവാണ്. ഇവര് പോകുമ്പോൾ ഷാസ് അവരോട് ബായ് പറയുന്നുണ്ട്, ബെർണി അവരോട് ബായ് പറയുന്നുണ്ട്. എല്ലാവർക്കും സങ്കടമാണ്. കാരണം ബഡ്ഡീസ് എന്ന് പറയുന്നത് അത്രയ്ക്ക് ക്യൂട്ടുമാണ്, അതുപോലെ വലിയ സ്നേഹവുമാണ്. ഇവിടെ ആണെങ്കിൽ ഇവരുടെ ഓണേഴ്സ് ഇവരെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും വന്നപ്പോ ഇവരുടെ ഓണേഴ്സിനാണെങ്കിൽ ഭയങ്കര സന്തോഷമായി. മഡ്ബഗ് ആണെങ്കിൽ ഓടി വന്ന് നേരെ ചെളിയിൽ കുളിച്ചാണ് അവന്റെ ഓണറായിട്ടുള്ള പെറ്റിക്കടുത്തേക്ക് വരുന്നത്. അങ്ങനെ ഇവരെല്ലാവരും വളരെ സന്തോഷത്തിലിരിക്കുവാണ്. അങ്ങനെ നമ്മുടെ ബാറ്റിലിരുന്ന് ബഡിൽ ബോളിന്റെ കൂടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കാര്യങ്ങളെല്ലാം അറിഞ്ഞത്. മോളിക്കും പട്ടിക്കും ഇപ്പോഴും വിശ്വാസമായിട്ടില്ല ഇവർ ഈ സ്ലഡ് റേസ് വിജയിച്ചു എന്ന്. പിന്നെ പ്രതീക്ഷ അത് കൈവിടാതിരുന്നു കഴിഞ്ഞാൽ എല്ലാതും അടിപൊളിയായി നടക്കുമല്ലോ. ഈ ഒരു സീനിലാണ് ഈ സിനിമ അവസാനിക്കുന്നത്. ഇനിയിപ്പോ ഇതിന് മറ്റൊരു മോറൽ പറയണോ? പറയാല്ലേ. അതായത് നിങ്ങൾ നേടാൻ അത്രയ്ക്ക് ആഗ്രഹിക്കുന്ന കാര്യം അസാധ്യമായി തോന്നിയേക്കാം, പക്ഷേ പ്രതീക്ഷ ഒരിക്കലും കൈവിടരുത്. നിങ്ങളെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അത് നടക്കുന്നത് കൂട്ടുകാർക്ക് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമന്റ്സ് ആയി ഞങ്ങളെ അറിയിക്കാനും മറക്കരുത്. അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരേക്ക് സേഫായി ഹാപ്പി ആയിരിക്കുക. സോ ബൈ.